നമസ്കാരം. ടൈം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാട്ടിൽ നിന്നും പഠനത്തിനായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ അയൽ വീട്ടിലെ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം റീലുകളിലെ ആഡംബര ജീവിതം കണ്ട് എനിക്കും അല്ലെ എൻ്റെ കുട്ടിക്കും ഇതുപോലെ ആകണമെന്ന് ആഗ്രഹിച്ച് കയ്യിലുള്ളതെല്ലാം വിറ്റും പണയം വെച്ചും വിദേശത്തേക്ക് വിമാനം കയറാൻ തയ്യാറെടുക്കുകയാണോ നിങ്ങളിൽ ആരെങ്കിലും? ഉയർന്ന ശമ്പളം, യൂറോപ്പിലെ മനോഹരമായ തെരുവുകളിലൂടെയുള്ള വരാന്തിയ യാത്രകൾ, ലക്ഷങ്ങൾ ശമ്പളമുള്ള പാർട്ട് ടൈം ജോലികൾ, അത്യാഡംബര ജീവിതം, നല്ല നീക്കിയിരിപ്പ്, പെട്ടെന്നുള്ള സെറ്റിൽമെൻറ്റ്, ഇതൊക്കെയാണോ നിങ്ങളുടെയും സ്വപ്നം? സ്വപ്നം കാണുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ വാസ്തവം ഇത് വല്ലതുമാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 2026 വിദേശത്തെ അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. 2026 വിദേശത്തെത്തുന്ന ഒരു മലയാളി വിദ്യാർത്ഥി നേരിടേണ്ടി വരുന്ന യഥാർത്ഥ സാഹചര്യങ്ങൾ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന റീലുകളിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണെന്നറിയാമോ? ജർമ്മനി, കാനഡ, UK, ഓസ്ട്രേലിയ, മലയാളികൾ സ്വപ്നം കാണുന്ന ഈ രാജ്യങ്ങളിലെ ഏറ്റവും പുതിയ കുടിയേറ്റ നിയമങ്ങളും അവിടെയുള്ള വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം എടുക്കുക. ഒരു കാര്യം ആദ്യമേ പറയാം, ഇത് നിങ്ങളെ ആരെയും പേടിപ്പിക്കാനല്ല, മറിച്ച് തയ്യാറെടുപ്പിക്കാനാണ്. റിസ്ക് എടുക്കാത്തവന് ജീവിത വിജയം ലഭിക്കുകയില്ല എന്നതൊരു സത്യമാണല്ലോ. നമുക്കാദ്യം ജർമ്മനിയിലേക്ക് നോക്കാം. ട്യൂഷൻ ഫീസ് ഇല്ല എന്നത് വലിയ നേട്ടമാണെങ്കിലും ജർമ്മനിയിലെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് തുക ഇപ്പോൾ 11,904 യൂറോയാണ്. ഇന്ത്യയിലെ റുപ്പീസുമായി നോക്കിയാൽ ഏകദേശം 12.5 ലക്ഷം രൂപ. 2026 ജനുവരി മുതൽ ജർമ്മനിയിലെ മിനിമം വേതനം 19.90 യൂറോയായി വർദ്ധിപ്പിച്ചത് ഒരു നല്ല വാർത്തയാണ്. എന്നാൽ അതിനൊപ്പം തന്നെ ജീവിത ചെലവും ഉയർന്നു. മ്യൂണിക് പോലെയുള്ള നഗരങ്ങളിൽ ഒരു സ്റ്റുഡൻറ് ഹോസ്റ്റൽ ലഭിക്കാൻ മാസങ്ങളോളം കുട്ടികൾ കാത്തിരിക്കണം. പല വിദ്യാർത്ഥികളും നഗരത്തിൽ നിന്ന് വളരെ അകലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ 700 മുതൽ 900 യൂറോ വരെ നൽകി ചെറിയ ചെറിയ മുറികളിൽ കഴിയാൻ നിർബന്ധിതരാകുന്നു. ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കാര്യം തീർത്തു പറയാം. നിങ്ങളുടെ ഏജന്റ് ഒരുപക്ഷെ A1 ഏറ്റവും കൂടി പാസ്സായി വന്നാൽ മതി, ബാക്കി ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞാലും നിങ്ങൾ മുഴുവൻ പരീക്ഷയും പാസ്സായി നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാതെ ഇവിടെ നിന്ന് അവിടേക്ക് പോകാൻ ഒരിക്കലും ശ്രമിക്കരുത്. കാരണം ജർമ്മൻ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ നല്ലൊരു ജോലി എന്നത് അവിടെ വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കും. അയർലൻഡിൻ്റെ അവസ്ഥയും സമാനമാണ്. ഇപ്പോൾ അയർലൻഡിൽ പഠിക്കാൻ പോകുന്നവർ കൈവശം വെക്കേണ്ട ലിവിംഗ് കോസ്റ്റ് തുക 10,000 യൂറോയായി ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ വിസ ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് 6,000 യൂറോ എങ്കിലും ട്യൂഷൻ ഫീസായി മുൻകൂട്ടി അടച്ചിരിക്കണം എന്നതും ഒരു നിർബന്ധമാണ്. മുമ്പ് ചെറിയ തുക അടച്ച് വിസ എടുത്തിരുന്ന രീതി ഇപ്പോൾ നടപടിയില്ല, അത് നടക്കുകയില്ല. ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായിരുന്ന കാനഡയിൽ 2026 വലിയ മാറ്റങ്ങളുടേതാണ്. വിസകളുടെ എണ്ണത്തിൽ 4,80,000 എന്ന പരിധി ഏർപ്പെടുത്തിയതോടെ വിസ ലഭിക്കാനുള്ള സാധ്യതകൾ നേർപകുതിയായി കുറഞ്ഞിരിക്കുന്നു. ഏറെ ഉപകാരപ്പെട്ടിരുന്ന SDS പ്രോഗ്രാം നിർത്തലാക്കിയതോടെ വിസ പ്രോസസ്സിംഗ് സമയം 8 മുതൽ 12 ആഴ്ച വരെയായി വർദ്ധിച്ചു കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ട തുക GIC 22,895 കനേഡിയൻ ഡോളറാക്കി ഉയർത്തിയത് പല ഇടത്തരം കുടുംബങ്ങൾക്കും താങ്ങാവുന്നതിനും അപ്പുറമായി കഴിഞ്ഞു. ടൊറന്റോയിലും വാൻകൂവറിലും ഒരു സാധാരണ പാർട്ട് ടൈം ജോലി ലഭിക്കാൻ പോലും മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഓസ്ട്രേലിയയിലെ വിസ ഫീസിന്റെ വൻ വർധനവാണ് 2026 മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. സ്റ്റുഡൻറ് വിസയ്ക്ക് ഏകദേശം $2,000, പഠനാനന്തര വർക്ക് വിസയ്ക്ക് $4,600, അതായത് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയുമാണ് ഫീസ് നൽകേണ്ടത്. മാത്രമല്ല 35 വയസ്സ് കഴിഞ്ഞവർക്ക് വർക്ക് വിസ നൽകില്ല എന്ന കർശന നിയമം പലരുടെയും കുടിയേറ്റ സ്വപ്നങ്ങളെ ബാധിച്ചു. UK-യിലാകട്ടെ 2027 ജനുവരി മുതൽ ഗ്രാജുവേറ്റ് വിസയുടെ കാലാവധി 2 വർഷത്തിൽ നിന്നും 18 മാസമായി കുറയ്ക്കാൻ തീരുമാനിച്ചു. അതിനാൽ 2026 പഠനം തുടങ്ങുന്നവർക്ക് നാട്ടിൽ നിന്നെടുക്കുന്ന ലോൺ തിരിച്ചടയ്ക്കാൻ കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആശ്രിത വിസകളിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ കുടുംബമായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. നാട്ടിലെ വസ്തുവകകൾ പണയം വെച്ചും ലോൺ എടുത്തും പോകുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ വായ്പാ കുടിശ്ശിക ഇപ്പോൾ 9,000 കോടി രൂപ കടന്നിരിക്കുകയാണ്. പഠനം കഴിഞ്ഞ് അവിടെ ജോലി ലഭിക്കാതിരിക്കുകയോ ലോൺ തിരിച്ചടവ് മുടങ്ങുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കുകൾ സർഫാസി ആക്ട് നിയമപ്രകാരം ജപ്തി നടപടികളുമായി മുന്നോട്ടു പോകാൻ ആരംഭിക്കുന്നു. ഇത് ഒട്ടേറെ കുടുംബങ്ങളെ ആത്മഹത്യയുടെ അരികിലെത്തിക്കും. കൂടാതെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് പുതിയതരം തട്ടിപ്പുകളും വർദ്ധിച്ചു വരുന്നുണ്ട്. AI ഉപയോഗിച്ചുള്ള വോയിസ് ക്ലോണിംഗ് വഴി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന വിർച്വൽ കിഡ്നാപ്പിംഗ്,
അതുപോലെ തന്നെ ഇല്ലാത്ത ഫ്ളാറ്റിന്റെ വ്യാജ പരസ്യങ്ങൾ നൽകി അഡ്വാൻസ് തുക തട്ടുന്ന വീട് തട്ടിപ്പുകൾ എന്നിവയിൽ 2026 വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, വിദേശ പഠനം മോശമാണ് എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ഇറങ്ങി പുറപ്പെടുന്നത് അപകടമാണ് എന്ന് മാത്രം. വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നവർ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, സ്കിൽ ലിസ്റ്റ് പരിശോധിക്കുക. അതായത് വിദേശത്ത് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് ജോലി സാധ്യത ഉള്ളതാണോ എന്ന് ആദ്യമേ തന്നെ പരിശോധിക്കുക. രണ്ടാമതായി ഭാഷയുടെ കാര്യമാണ്. ഇംഗ്ലീഷ് ആയാലും ജർമ്മൻ ആയാലും ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുക. ആശയവിനിമയ പ്രാപ്തിയില്ലാത്തവരെ ആരാണ് ജോലിക്കെടുക്കുക? മറ്റൊന്ന്, സാമ്പത്തികമായുള്ള കരുതലാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി പറയുന്ന തുകയേക്കാൾ കുറഞ്ഞത് 20% കൂടുതൽ തുക നിങ്ങളുടെ കൈവശത്തിൽ ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. മറ്റൊന്ന്, ഏജന്റുമാരെ സംബന്ധിച്ചാണ്. അന്ധമായി അവരെ നിങ്ങൾ വിശ്വസിക്കരുത്. അവർ പറയുന്ന യൂണിവേഴ്സിറ്റികളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി വിവരങ്ങളൊക്കെ നേരിട്ടൊന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രം കൈകൊടുക്കുക. മറ്റൊന്ന്, നിങ്ങളുടെ മാനസികാരോഗ്യമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒറ്റപ്പെടലിനെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് വളർത്തിയെടുക്കുക. മറ്റുള്ളവരുടെ റീലുകളിലെ തിളക്കം കണ്ട് ജീവിതം ഹോമിക്കരുത്. വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പങ്കുവെച്ചു കൊടുക്കണം. ശ്രദ്ധയോടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.